ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ. ഞാൻ എൻ്റെ മീൽ പ്ലാനിങ്ങും പ്രെപ്പിങ്ങും ചെയ്യുന്ന ദിവസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് മടിയായിരുന്നുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നും ചെയ്തില്ല കേട്ടോ. പക്ഷേ ഇന്നെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീക്ക് ഫുള്ള് കുളമാവും. കാരണം കഴിഞ്ഞ വീക്ക് ഇതുപോലെ മടി പിടിച്ചിട്ട് ഞാൻ മീൽ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ സമയം കളയാതെ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഞാനിതിൽ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ. സോ നമുക്ക് തുടങ്ങിയാലോ. വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെനക്കെട്ട പണിയാണ്. എനിക്ക് തോന്നുന്നു കുക്കിങ്ങിനേക്കാളും ഏറ്റവും പാട് ഈ മീൽ പ്ലാനിങ് ആണ്. കാരണം ഓരോ ദിവസവും 3 നേരം എന്താണ് കഴിക്കേണ്ടതെന്ന് ആലോചിച്ചാണ് എഴുതുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നൊരു കാര്യം എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, ചേട്ടന് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷസ് ഇങ്ങനെ ആലോചിച്ച് എഴുതുന്നത് കുറച്ച് പാടാണ്. പിന്നെ അടുത്തത് എനിക്കാണെങ്കിൽ സെയിം കാര്യം തന്നെ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് സെയിം കാര്യം കഴിക്കുന്നതും ഇഷ്ടമല്ല, ഉണ്ടാക്കുന്നതും ഇഷ്ടമല്ല, കുക്ക് ചെയ്യാനും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ഫുഡുകൾ കഴിക്കുകയും വേണം, കുക്ക് ചെയ്യുകയും വേണം. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും സെയിം ഫുഡ് കഴിക്കാനും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ അതും ആലോചിക്കണം, വെറൈറ്റി ഫുഡും കണ്ടുപിടിക്കണം. യൂഷ്വലി ഞാൻ ChatGPTയുടെ ഹെൽപ്പാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ദീപേനെ കാണാൻ പോയപ്പം അവളുടെ മീൽ പ്ലാനിങ് കൂടെ ഞാൻ അടിച്ചു മാറ്റി കേട്ടോ. കാരണം ഞാൻ ഔട്ട് ഓഫ് ഐഡിയാസ് ആണ്, എനിക്കറിയത്തില്ല ഞാൻ എന്തുണ്ടാക്കണം എന്നുള്ളത്. എപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും. എനിക്കൊരു 1 മണിക്കൂറെങ്കിലും ഇത് പ്ലാൻ ചെയ്യാൻ എടുക്കും കേട്ടോ. ഇന്നലെ ഞാനൊരു വേഗമായിട്ടൊരു മീൽ പ്ലാൻ ഇങ്ങനെ നോട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ഏതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. കാരണം ഇപ്പോൾ തന്നെ സമയം 3:49. എനിക്കിനി ഗ്രോസറി ഷോപ്പിംഗ് കൂടെ ചെയ്യണം. മീൽ പ്ലാനിങ് ചെയ്തിട്ട് വേണം അതിനനുസരിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കാനും സാധനം പോയി വാങ്ങിക്കാനും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതായത് എന്ത് വേണമെങ്കിലും ഞാൻ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് അൺഹെൽത്തി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലഞ്ച് എനിക്ക് സൂപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ഞാൻ മൂഡ് ഓഫ് ആയിരിക്കും. ആൻഡ് ലഞ്ചിന് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചോറും കറികളും ഒക്കെയാണ് കേട്ടോ. പക്ഷേ ചേട്ടന് മട്ട റൈസ് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബാസ്മതിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ വീക്ക് ഫുള്ള് ബാസ്മതി ആയതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ വീക്കിൽ ഞാൻ 2 ദിവസത്തേക്ക് നമ്മുടെ നാട്ടിലെ ചോറും കറികളും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മീൽ പ്ലാനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ ചെയ്തു വെച്ചതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കേട്ടോ. അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് ഇന്നലത്തെ നിന്നൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇത് ഞാൻ ബാക്കിലൊരു വൈറ്റ് പേപ്പർ വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേയും സാറ്റർഡേയിലെയും മീൽ പ്ലാനിങ് അങ്ങ് സ്കിപ്പ് ചെയ്യും. കാരണം എന്തെങ്കിലുമൊക്കെ ബാക്കി വരുമല്ലോ. അപ്പം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ആ സമയത്തായിരിക്കും അടുത്ത വീക്കിലേക്കുള്ള മീൽ പ്ലാനിങ്ങും ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസത്തെ 2 ഞാൻ സ്കിപ്പ് ചെയ്തു. ഇത് ജസ്റ്റ് വീക്ക് ഡേയ്സിൽ മാത്രമുള്ള മീൽ പ്ലാനിങ് ആണേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡിന്നർ തന്നെ ആയിരിക്കും നാളത്തെ ലഞ്ചും. അപ്പം എനിക്ക് രാവിലെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഫുൾ ടൈമും കിച്ചണിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ രാവിലത്തെ സമയം ഫുള്ളും എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് തന്നെ ഫോളോ ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം ഒരു ട്രയൽ ആൻഡ് എററിലാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മിക്കപ്പോഴും എൻ്റെ മീൽ പ്ലാനിങ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് ക്രേവിങ്സ് തോന്നി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇതുപോലെ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇനി ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കണം. അത് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് എഗെയിൻ ChatGPTയുടെ ഹെൽപ്പ് എടുക്കും. ChatGPTക്ക് ഈ ഒരു ഇതിട്ട് കൊടുക്കും. എന്നിട്ട് ഇതിനൊക്കെ വേണ്ടുന്ന എന്താ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT തന്നെ തരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വാങ്ങിയാൽ മതിയല്ലോ. അടുത്തൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പം ചിന്തിച്ച് വേണം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ കുറേ ഐറ്റംസൊക്കെ വേസ്റ്റായി പോകും. കാരണം 2 പേർക്ക് മാത്രമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പംകിൻ ആണെങ്കിൽ അത്യാവശ്യം ഇത്രയും ഉണ്ടാവുമല്ലോ.
അപ്പം എൻ്റെ വീട്ടിൽ ചേട്ടൻ കഴിക്കത്തില്ല, ഞാൻ മാത്രമേ അത് കഴിക്കൂ. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പം അത് കുറേ നാൾ നിൽക്കും, അല്ലെങ്കിൽ കുറേയൊക്കെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് എപ്പോഴും ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കൺഫ്യൂസ്ഡ് ആവുന്നത് എന്തുണ്ടാക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് എത്ര നാൾ നിൽക്കും? ഇപ്പോൾ ചില വെജിറ്റബിൾസൊക്കെ കുറേ നാളൊന്നും നിൽക്കത്തില്ല. ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് കൂടെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ് കേട്ടോ. എനിവേസ്, ഞാനിനി വേഗം പോയി ഇതിന് വേണ്ടുന്ന ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഷോപ്പിങ്ങിന് പോട്ടെ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ലിസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. നേരെ അവിടെ വെച്ച് കാണാമേ. ഞങ്ങൾ റൗസ്വിൽ ടൗൺ സെൻറ്ററിലെത്തി. ഇപ്പോൾ സമയം 5 മണിയായിട്ടേ ഉള്ളൂ അല്ലേ. 5 മണിയായപ്പോഴത്തേനും നല്ല ഇരുട്ടായി കേട്ടോ. അപ്പം വിൻ്റർ സീസൺ ആവുന്നതനുസരിച്ച് നൈറ്റ് കൂടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം കാണുന്നത്. എവിടെയാണ് പോകുന്നത്? ടൈം സോൺ. ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് ടൈം സോണിലൊന്ന് കയറിയേ. ഒരു കാലത്ത് ഇവിടെ ആയിരുന്നു ഞങ്ങൾ പരമട്ടയിലൊക്കെ ഉണ്ടായിരുന്നപ്പം ഈ ഒരു ടൈം സോണിൽ മാത്രമായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ അധികം അങ്ങനെ കയറാറില്ല, പക്ഷേ ഇന്നെന്തോ ചേട്ടന് കയറാൻ തോന്നി, അങ്ങനെ ഞങ്ങൾ കയറിയതാണേ. ഒന്നും കളിക്കാനൊന്നുമല്ല കേട്ടോ, എല്ലാം ഒന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ വട്ടം വരുമ്പോഴും അവർ ഏതെങ്കിലുമൊക്കെ പുതിയ ഗെയിമുകൾ ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ആദ്യം ഞങ്ങൾ ഒരു ഏഷ്യൻ ഷോപ്പിൽ പോകാൻ പോകണം. സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അങ്ങോട്ടേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പം അവിടെ സാമ്പാറിൻ്റെ വെജിറ്റബിൾ കട്ട് പീസസ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങണം, എന്നിട്ടാണ് ഹോൾസെയിലോട്ട് പോകുന്നത്. ഇതാണ് സ്മാർട്ട്. അങ്ങനെ സ്മാർട്ടിൽ കയറി ഞാൻ നേരെ പോയത് ഈ ഫ്രോസൺ ഏരിയയിലാണ്. ഇവിടെ ഒട്ടുമിക്ക എല്ലാം ഉണ്ട് കേട്ടോ. അവിയലിന് വേണ്ടുന്ന വെജിറ്റബിൾസും സാമ്പാറിന് വേണ്ടുന്ന വെജിറ്റബിൾസും പിന്നെ ഈ കാണുന്ന പൊറാട്ടയും പൊറോട്ടയും സമൂസയൊക്കെ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ റെഡി ടു ഈറ്റ് അവിയലും സാമ്പാറും ഒക്കെയാണ്. പക്ഷേ എനിക്ക് വേണ്ടുന്നത് വെജിറ്റബിൾസിൻ്റെ പീസസ് ആണ്. പക്ഷെ അത് ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ലേ. അവസാനം ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയപ്പം എനിക്ക് കിട്ടി കേട്ടോ. ഇത് വേണ്ടില്ല, അവിയലിൻ്റെ മിക്സും ഉണ്ട് സാമ്പാറിൻ്റെ മിക്സും ഉണ്ട്. എനിക്ക് വേണ്ടുന്നത് ഈ സാമ്പാറിൻ്റെ മിക്സാണ്. പിന്നെ ഇവിടെ തന്നെ ഈ ഗാർലിക് ഒക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ഞാനങ്ങ് എടുത്തേ. കോൾസിലോട്ട് കയറാൻ പോവാണ്. എന്തൊക്കെയാ വേണ്ടതെന്ന് നേരത്തെ എഴുതി വെച്ചതുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ പടപടാന്ന് കഴിയുന്നുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ശബ്ദത്തിന് സ്വല്പം മാറ്റമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് വേറൊന്നുമല്ല, എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. റീസെൻ്റ്ലി ഞങ്ങൾ വെജിറ്റബിൾസ് വാങ്ങുന്നത് ഈ ഒരു ഫ്രോസൺ സെക്ഷനിലാണ് കേട്ടോ. ഇങ്ങനെ മിക്സ്ഡ് വെജിറ്റബിൾസ് നമുക്ക് ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടും. ഇതാകുമ്പോൾ എനിക്ക് ഇതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പല വെജിറ്റബിൾസ് വാങ്ങുന്നതിനേക്കാളും ഇക്കണോമിക്കലായിട്ട് എനിക്ക് ഇങ്ങനെ വാങ്ങുമ്പോഴാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ എടുത്ത പാക്കറ്റ് ഒരാഴ്ച നിൽക്കുകയും ചെയ്യും. ഇതിലെല്ലാം ഉണ്ട് താനും. ക്യാരറ്റ് ഉണ്ട്, പീസ് ഉണ്ട്, സ്വീറ്റ് കോൺ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ഉള്ള പാക്കറ്റ് ഉണ്ട്. ഈ ഒരു പാക്കറ്റിനകത്ത് ബ്രോക്കലിയും ക്യാരറ്റും പിന്നെ ബീൻസും ഒക്കെയാണ് കേട്ടോ. അത് പല സൈസിലും കട്ട് ചെയ്തത് അവൈലബിൾ ആണ്. 1 kg പാക്കറ്റ് വരെ ഉണ്ട് ഇവിടെ. ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ റെഡി ടു ഈറ്റ് ഐറ്റംസും അവൈലബിൾ ആണ്. ഇതേ കണ്ടില്ലേ, ഇത് പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. അത്യാവശ്യം ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കേട്ടോ. അത്ര അൺഹെൽത്തി ഒന്നും അല്ല ഇത്. ഇത് ഗ്രോസറി ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു ഐറ്റമാണ്. ചേട്ടന് സ്ക്വിഡ് കഴിക്കാൻ തോന്നിയത് കൊണ്ട് മാത്രം എടുത്തതാണ് കേട്ടോ ഇത്. പക്ഷെ ഇതല്ല, ഇത് പൊട്ടിയിരിക്കുകയായിരുന്നു. ഇതിൽ ഭയങ്കര പിക്കിയാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെ ഞാൻ കഴിക്കാറില്ല. നോൺ വെജ് ഭയങ്കര പാടാണ് എനിക്ക് കഴിക്കാൻ. പ്രോട്ടീൻസ് അതും ഉണ്ടല്ലേ, ചിക്കൻ ടെൻഡേഴ്സും ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഞങ്ങളിത് ഈ ബാസ സ്കിൻലെസ് ഫില്ലറ്റ്സ് കൂടെ എടുത്ത് കേട്ടോ. ഇത് ആക്ച്വലി പ്ലാനിലില്ലാത്തതായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുക്കുകയാണ്. എങ്ങനെയായി വരുമെന്ന് അറിയത്തില്ല. ഓസ്ട്രേലിയയിൽ തന്നെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫിഷ് വാങ്ങിക്കുന്നത് അല്ലേ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഫിഷ് തൊടുന്നതും അത് വൃത്തിയാക്കുന്നതും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സെക്ഷൻ ഞങ്ങൾ ഇപ്പോഴാണല്ലോ ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അത് കാരണം ഇവിടെ ഇത് കണ്ടപ്പം അങ്ങ് വാങ്ങി കേട്ടോ. എങ്ങനെയായി വരുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. ഇത് മീൽ പ്ലാനിൽ ഇല്ലാത്തതാണ്, പിന്നെ അത് ആഡ് ചെയ്യണം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച പനീർ എനിക്കിതുവരെ കിട്ടിയില്ല. അപ്പോൾ പനീർ റോള് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും നോക്കണം. ഇതാണ് പ്രശ്നം. ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മാറ്റി എഴുതേണ്ടി വരും.
അങ്ങനെ ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇത്ര ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ഉദ്ദേശിച്ച 1-2 ഐറ്റംസ് എനിക്ക് കിട്ടിയില്ല. അത് ചേട്ടൻ പറഞ്ഞു നാളെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കാത്ത 2-3 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വാങ്ങിക്കാത്തതിൻ്റെ ഒരു റീസൺ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാനുള്ള മടി കൊണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടുതലും അങ്ങോട്ടുള്ള ഭാഗം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ചിക്കൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത്ര നിർബന്ധമായിരുന്നില്ല. പക്ഷേ സിൻസ് ഞങ്ങൾ ആ ഫ്രോസൺ ഏരിയ കണ്ടതിന് ശേഷം ഞങ്ങൾ നോട്ടം ഇട്ടതായിരുന്നു ഫിഷ് വാങ്ങണം എന്നുള്ളത്. അപ്പം അത് വാങ്ങി. അപ്പം അത് എങ്ങനെയെങ്കിലും ഈ മീൽ പ്ലാനിൽ കുത്തിക്കയറ്റണം. പിന്നെ എനിക്കിനി മീൽ പ്രെപ്പിംഗ് ഇല്ല കേട്ടോ. കാരണം ചിക്കൻ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇല്ലായിരുന്നു. അതുകൊണ്ടെങ്കിൽ അത് ചെയ്യണമായിരുന്നു. ഇനി ഈ ഫ്രോസൺ വെജീസ് ആണല്ലോ വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് വെജിറ്റബിൾസും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് മീൽ പ്രെപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സിമ്പിളായിട്ട് അപ്പം കുക്ക് ചെയ്തങ്ങ് പോകാൻ പറ്റും. ഈവൻ ഞാൻ ഗാർലിക്ക് വരെ തൊലി കളഞ്ഞ ഗാർലിക്കാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സാധനങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണം. അതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമ്പോൾ കുക്കിങ്ങും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ വെച്ച് നിർത്താമല്ലേ. So if you like this video, please do like, share and subscribe to my channel. See you in my next vlog. Till then, ta-ta!